Practice on adjusting clutch pedal plate, removing gearbox and clutch assembly from light and heavy vehicle. ഹലോ, എൻ്റെ പേര് ഷീന. ഈ മോഡ്യൂളിൽ ലൈറ്റും ഹെവിയുമായ വാഹനങ്ങളിൽ നിന്ന് ഗിയർ ബോക്സും ക്ലച്ച് അസംബ്ലിയും നീക്കം ചെയ്യാനും ക്ലച്ച് പെഡൽ പ്ലേ ക്രമീകരിക്കാനും നമ്മൾ പരിശീലിക്കാൻ പോകുന്നു. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയുന്നത് ക്ലച്ച് പെഡൽ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ, ഗിയർ ബോക്സ് ലീക്കേജുകൾ ഡിസ്കണക്ട് ചെയ്യാൻ, വാഹനത്തിൽ നിന്ന് ഗിയർ ബോക്സ് നീക്കം ചെയ്യാൻ, വാഹനത്തിൽ നിന്ന് ക്ലച്ച് നീക്കം ചെയ്യാൻ, ഇപ്പോൾ നമുക്ക് ആവശ്യമായ എക്യുപ്മെന്റുകൾ, മെറ്റീരിയലുകൾ, ടൂളുകൾ എന്നിവ നോക്കാം. ആവശ്യമായ ടൂളുകൾ, ഇൻസ്ട്രുമെന്റുകൾ. ട്രെയിനിയുടെ ടൂൾ കിറ്റ് ഒരെണ്ണം, ഡബിൾ എൻഡ് സ്പാനർ സെറ്റ് ഒരു സെറ്റ്, റിംഗ് സ്പാനർ സെറ്റ് ഒരു സെറ്റ്, സോക്കറ്റ് സ്പാനർ സെറ്റ് ഒരു സെറ്റ്, സെന്റർ പഞ്ച് ഒരെണ്ണം. ആവശ്യമായ എക്യുപ്മെന്റുകളും മെഷീനറികളും: ഹൈഡ്രോളിക് ജാക്ക് ഫ്ലോർ ടൈപ്പ് ഒരെണ്ണം, സ്റ്റീൽ ഹോൾസ് സ്റ്റാൻഡ് ഒരെണ്ണം. ആവശ്യമുള്ള മെറ്റീരിയലുകൾ: സോപ്പ് ഓയിൽ, ഗ്രീസ്, മണ്ണെണ്ണ, ബനിയൻ ക്ലോത്ത്, കെയർ. പ്രൊസീജിയർ പഠിക്കുന്നതിന് മുമ്പ് ഫ്രീ പ്ലേ എന്ന പദത്തിന്റെ അർത്ഥമെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ നിങ്ങളുടെ ബ്രേക്കും ക്ലച്ച് പെഡലുകളും അവയുടെ ശരിയായ ഉയരത്തിൽ ഇരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഫ്രീ പ്ലേ എന്ന് വിളിക്കുന്ന ഒന്ന് അളക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാൻ കഴിയും. ഇത് അമർന്നിട്ടില്ലാത്ത പെഡലുകൾ തമ്മിലുള്ള ദൂരവും നിങ്ങളുടെ കാലുകൊണ്ട് അമർത്തുമ്പോൾ അവ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന പോയിന്റുമാണ്. വളരെയധികം ഫ്രീ പ്ലേ ഉണ്ടെങ്കിൽ പെഡലുകൾ അയഞ്ഞതോ സ്പോഞ്ചിയോ ആയി അനുഭവപ്പെടും. ഇത് വളരെ കുറവാണെങ്കിൽ അവ അമർത്താനും ബ്രേക്ക്, ക്ലച്ച് എന്നീ സിസ്റ്റങ്ങൾ പ്രവർത്തിക്കാനും ബുദ്ധിമുട്ടാണ്. പെഡൽ തള്ളിയതിനു ശേഷം നിങ്ങളുടെ ക്ലച്ച് എപ്പോൾ വേർപെടുത്താൻ തുടങ്ങുമെന്ന് ഫ്രീ പ്ലേ നിർണ്ണയിക്കുന്നു. മിക്ക ബ്രേക്കിനും ക്ലച്ച് പെഡലുകളിലും കുറച്ച് ഫ്രീ പ്ലേ ഉണ്ടായിരിക്കണം, സാധാരണയായി ഏകദേശം 1 സെന്റിമീറ്റർ. ഇത് 1/2 ഇഞ്ചിൽ താഴെയാണ്. നിങ്ങളുടെ ഫ്രീ പ്ലേ ഇതിനേക്കാൾ കൂടുതൽ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ പെഡലുകൾ ക്രമീകരിക്കേണ്ടതുണ്ട്. നമുക്ക് പ്രൊസീജിയർ ആരംഭിക്കാം. ടാസ്ക് 1: ക്ലച്ച് പെഡൽ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുക. ആദ്യം ക്ലച്ച് പെഡലിന്റെ പ്ലേ പരിശോധിക്കുക. 6 മില്ലിമീറ്റർ മുതൽ 10 മില്ലിമീറ്റർ വരെ പരിധിയിലുള്ള പ്ലേ നിരീക്ഷിക്കുക. ലോക്ക് നട്ട് തിരഞ്ഞെടുത്ത് പ്ലേ കൂടുതലാണെങ്കിൽ മുറുക്കുക, അല്ലെങ്കിൽ പ്ലേ കുറവാണെങ്കിൽ അഴിക്കുക. ഫ്രീ പ്ലേ 10 മില്ലിമീറ്റർ സജ്ജമാക്കുക. വീണ്ടും പെഡലിന്റെ ഫ്രീ പ്ലേ പരിശോധിക്കുക. ആവശ്യമായ ഫ്രീ പ്ലേ പെഡൽ നേടുന്നതുവരെ ലോക്ക് നട്ട് മുറുക്കുക. അടുത്തതായി നമുക്ക് ഗിയർ ബോക്സിനെ കുറിച്ച് പഠിക്കാം. വ്യത്യസ്ത ഗിയർ റേഷ്യോകൾ ഉപയോഗിച്ച് എഞ്ചിനിൽ നിന്ന് വീലിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെക്കാനിക്കൽ കോമ്പോണന്റാണ് ട്രാൻസ്മിഷൻ എന്നും അറിയപ്പെടുന്ന ഗിയർ ബോക്സ്. ഇത് സാധാരണയായി എഞ്ചിനും വീലുകൾക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിരവധി ഗിയറുകളും ഷാഫ്റ്റുകളും ബെയറിംഗുകളും അടങ്ങിയിരിക്കുന്നു. ഗിയർ ബോക്സ് ഒരു ക്ലച്ച് വഴി എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് ഗിയർ മാറ്റുമ്പോൾ മോട്ടോറും ഗിയർ ബോക്സും താൽക്കാലികമായി വേർപെടുത്താൻ അനുവദിക്കുന്നു. ഒപ്റ്റിമൽ പെർഫോമൻസും മൈലേജും നേടുന്നതിന് വ്യത്യസ്ത സ്പീഡിൽ വീലുകളിലേക്ക് ശരിയായ അളവിലുള്ള പവറും ടോർക്കും പുറത്തെടുക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന പങ്ക്. കാറിന്റെ ഗിയർ ബോക്സിന് നിരവധി കോമ്പോണന്റുകൾ ഉണ്ട്. പ്രധാനമായും ക്ലച്ച് ഷാഫ്റ്റ്, കൗണ്ടർ ഷാഫ്റ്റ്, മെയിൻ ഷാഫ്റ്റ്, ബെയറിംഗുകൾ, ഗിയറുകൾ. അടുത്തതായി നമുക്ക് തുടങ്ങാം. ടാസ്ക് 2: ഗിയർ ബോക്സ് ലിങ്കേജുകൾ ഡിസ്കണക്ട് ചെയ്യാൻ. വീൽ ചോക്കുകൾ ഇടുക. ഗിയർ ബോക്സിലെ ഓയിൽ ഊറ്റി ട്രെയിൻ പ്ലഗ് ഫിറ്റ് ചെയ്യുക. ഗിയർ ഷിഫ്റ്റ് ലിവർ നീക്കം ചെയ്യുക. ഗിയർ ബോക്സിൽ നിന്ന് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഡിസ്കണക്ട് ചെയ്ത് ഒരു കെയർ വയർ ഉപയോഗിച്ച് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ചേസിസ് സൈഡ് മെമ്പറുമായി ബന്ധിപ്പിക്കുക. ക്ലച്ച് വടിയിൽ നിന്ന് ക്ലച്ച് ലിവർ വിച്ഛേദിക്കുക. ആവശ്യമെങ്കിൽ ലിവർ വീഴാതിരിക്കാൻ ക്ലച്ച് ലിവർ ക്ലച്ച് ഹൗസിംഗുമായി കണക്ട് ചെയ്യുക. നമുക്ക് സ്പീഡോമീറ്റർ കേബിൾ ഡിസ്കണക്ട് ചെയ്യാം.
ടാസ്ക് 3 വാഹനങ്ങളിൽ നിന്ന് ഗിയർ ബോക്സ് നീക്കം ചെയ്യുക. ആവശ്യമെങ്കിൽ ഒരു ഹോഴ്സ് ട്രൈപോഡ് സ്റ്റാൻഡിൽ എഞ്ചിൻ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഒരു ട്രോളി ജാക്കിൽ ഗിയർ ബോക്സിനെ സപ്പോർട്ട് ചെയ്യാം. ഒരു സമയം 2 ടേർണുകൾ അഴിച്ചുകൊണ്ട് ഗിയർ ബോക്സിന്റെ ഡയഗണലായ ഓപ്പോസിറ്റ് മൗണ്ടിംഗ് നട്ടുകൾ നീക്കം ചെയ്യുക. ഗിയർ ബോക്സ് എഞ്ചിനിൽ നിന്ന് മാറ്റി ജാക്കിൽ നിന്ന് വീഴാത്ത വിധത്തിൽ ഗിയർ ബോക്സ് താഴേക്ക് താഴ്ത്തുക. ജാക്കിനൊപ്പം ഗിയർ ബോക്സും പുറത്തെടുക്കുക. ടാസ്ക് 4 വാഹനത്തിൽ നിന്ന് ക്ലച്ച് നീക്കം ചെയ്യുക. ക്ലച്ച് കവർ 1, ഫ്ലൈ വീൽ 2 എന്നിവയുടെ സ്ഥാനം കുറച്ച് പെയിന്റ് ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. റീസെറ്റ് ചെയ്യുമ്പോൾ ക്ലച്ച് കവറിന്റെയും ഫ്ലൈ വീലിന്റെയും യഥാർത്ഥ സ്ഥാനം ഉറപ്പാക്കാൻ ഈ അടയാളത്തിൽ അലൈൻ ചെയ്യാം. അങ്ങനെ ഫ്ലൈ വീലിന്റെയും ക്ലച്ച് കവറിന്റെയും ബാലൻസ് തകരാറിലാകില്ല. ക്ലച്ച് കവർ മൗണ്ടിംഗ് സെറ്റ് സ്ക്രൂകളുടെ ലോക്കിംഗ് വയർ നീക്കം ചെയ്യുക. സെറ്റ് സ്ക്രൂകളുടെ ആകെ എണ്ണം എണ്ണുക. നമ്മൾ ഈ എക്സസൈസിന്റെ അവസാനത്തിൽ എത്തി. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചത് ക്ലച്ച് പെഡൽ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ, ഗിയർ ബോക്സ് ലീക്കേജുകൾ ഡിസ്കണക്ട് ചെയ്യാൻ, വാഹനത്തിൽ നിന്ന് ഗിയർ ബോക്സ് നീക്കം ചെയ്യാൻ, വാഹനത്തിൽ നിന്ന് ക്ലച്ച് നീക്കം ചെയ്യാൻ. അതിനാൽ ലൈറ്റും ഹെവിയും ആയ വാഹനങ്ങളിൽ നിന്നുള്ള ക്ലച്ച് പെഡൽ പ്ലേ റിമൂവിംഗ്, ഗിയർ ബോക്സും ക്ലച്ച് അസംബ്ലിയും അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പരിശീലിക്കാൻ പഠിച്ചു. നിങ്ങളുടെ പരിശീലകന്റെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.